ആ സീതളേട്ടാ, നിങ്ങള് വീണ്ടും വന്നില്ലേ? വരാണ്ട് പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് സങ്കടമാണ്. എന്താ ചെയ്യാ, കുട്ടികളുടെ ഓരോരോ. അല്ല ഇതിപ്പോ എന്താ പറയുക, ഇതിപ്പോ നിങ്ങളെ മോളെ പ്രശ്നം മാത്രമല്ല ഇത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ ഡിമാൻഡ് ഭയങ്കര. 30 കഴിഞ്ഞ ചെക്കന്മാരെ ഇവർക്ക് വേണ്ട. 28, 29, 27 ഒക്കെയാ ചോദിക്കണേ. പിന്നെ ചെറിയ ജോലി ഉള്ളവർക്കൊന്നും പെണ്ണിട്ടുന്നില്ല. എന്താ ഇപ്പൊ കഥ? പിന്നെ ഇപ്പൊ ഇവരുടെ സങ്കല്പം എന്താന്നും പിടുത്തല്ലേ നമുക്ക്. പഴയ കാലം എന്നല്ല. അതെ അതെ അതെ, ഒരു കുടുംബം നോക്കണ ഒരാളെ പോരാ ഇവർക്ക്. ഇപ്പൊ പുതിയൊരു കേസിന്റെ അടുത്ത് 2-3 വന്നിട്ടുണ്ട്. അതില് ഒന്ന് നിങ്ങൾക്ക് പറ്റിയൊരു വകുപ്പാണ്. നല്ല തറവാട്ടുകാരാ. അതെ അല്ലേ? അപ്പൊ ഒരു മറ്റന്നാളെ അയാൾക്ക് സമയമുള്ളൂ. മറ്റന്നാൾ ഞാൻ ഒരേ കുട്ടി അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സത്യ അയ്യോ ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. ഇല്ലല്ലോ, അതൊന്നും കഴിക്കാറില്ല. ഞങ്ങളൊന്നും വെച്ചാ മതി. അച്ഛൻ പിന്നെ എടുക്കും, പക്ഷെ അച്ഛന് ഷുഗറാ. അപ്പൊ സീതളേട്ടാ, കഴിഞ്ഞതൊക്കെ നിങ്ങളായിട്ട് മറന്നാളി. കഴിഞ്ഞ ആലോചനകളൊക്കെ നടക്കാണ്ട് പോയത് ഓള നല്ലതിനാന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഞാൻ ഈ കൊണ്ടുവന്ന ഈ ബന്ധമുണ്ടല്ലോ, ഇത് പച്ചയായ ഒരു ബന്ധ. ഞാൻ അങ്ങനെ പറയാൻ കാരണം കർഷകശ്രീ അവാർഡ് കിട്ടിയ മനുഷ്യനത്. സത്യന്റെ അച്ഛൻ സുമേശേട്ടൻ 8 ഏക്കർ ഭൂമി കൃഷിയാ. 8 അല്ല, അതിൽ കൂടുതലുണ്ട്. കേട്ടോ, അതിലൊരു 5-6 ഏക്കർ വയൽ തന്നെയാണ്. പിന്നെ തെങ്ങും റബ്ബറും ഒക്കെ ആയിട്ട് കൃഷി 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 ഇതന്നെ. അച്ഛന്റെ മോൻ തന്നെയാണ് അത്. ഇതാ കൃഷിപ്പണി തന്നെ. കൃഷി വകുപ്പിന് ജോലി കിട്ടി അത് മാണ്ടാന്ന് വെച്ചിട്ട് കൃഷിക്ക് ഇറങ്ങിയ ആളാണ്. അല്ല, ഈ സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാ. ശരിക്കും ഞാൻ ജോലിക്ക് പോയി. ആദ്യത്തെ ഒരു 2 മാസമൊക്കെ ജോലിക്ക് പോയി. പിന്നെ ഈ ജോലിയും അച്ഛന്റെ കൃഷിപ്പണിയും അച്ഛനെ സഹായിക്കല് എല്ലാം കൂടെ നടക്കണില്ല. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുറെ ചെറുപ്പം മുതലേ ഈ കൃഷിപ്പണി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ. അപ്പൊ അച്ഛനെ സഹായിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അപ്പൊ സീതളേട്ടാ, നിങ്ങളിപ്പോ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന നമ്മള് ഗോപാലേട്ടന്റെ വീഡിയോ എന്നല്ലേ? ഇവര് വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കില്ല. ഒക്കെ അവരുടെ ഒടിയിലുണ്ട്. പച്ചക്കറി ആയാലും പലവ്യഞ്ജനായാലും എന്തായാലും. ഞങ്ങളിപ്പോ പുറത്തുനിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നത് ഇവന് വേണ്ടിയിട്ട് ഒരു കുട്ടിയാണ്. അതൊന്നും അല്ല കേട്ടോ, മുണ്ടും ഷർട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലേ വാങ്ങിക്കുന്നത്. തമാശ ഫാമിലിയാ. വേറെ കാര്യം നോക്കി, ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നില്ലേ? ആരെങ്കിലും കൂടെ അച്ഛൻ വന്നിക്കണോ? മോന് നിർബന്ധം അച്ഛൻ വരണത് കൂടെ. ഞാൻ അച്ഛനോട് സത്യം പറഞ്ഞ അച്ഛനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞാണ്. പിന്നെ അച്ഛനെന്താ വെച്ചാല് എങ്ങനെയാണ് പെണ്ണ് കാണുക എന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. അച്ഛനും അമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അപ്പൊ അതെങ്ങനെയാന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. എന്നാ പിന്നെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും കൂട്ടി പോകാം. അങ്ങനെ ഒരു രസികൻ ഫാമിലിയാ. പെരയില് അമ്മ ഉണ്ട്, പിന്നെ ഒരു പെങ്ങളൊക്കെ കെട്ടിച്ചയച്ചിക്കണ്. അമ്മയും വരാൻ നിന്നാ. ഞാൻ പറഞ്ഞു എല്ലാരും കൂടെ കൂട്ടിട്ട് പെണ്ണ് കാണാൻ പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാ. ഈ പച്ചക്കറിന്റെ കാര്യമൊക്കെ അമ്മയാ. വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ പച്ചക്കറിയാ. കുമ്പളങ്ങ, തക്കാളി, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മണ്ടൂരവിടെ പോയാല് ഇത്തിരി നേരം നിൽക്കാൻ സമയം ഉണ്ടാവില്ല. ഫുള്ള് പണി കഴിക്കും. പൈക്കളെ തന്നെ നോക്കാല്ലേ? 10-15 പൈക്കളെ പാല് ഇറക്കണോ, ചാണകം പറഞ്ഞ എന്തൊക്കെ പണിയുണ്ട്. അല്ല, അതിനൊക്കെ ആള് വേറെ ഉണ്ട് കേട്ടോ. അല്ല ഉണ്ട്, എന്നാലും പെണ്ണ് വരുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ അല്ല, വേറെ ഇപ്പൊ എനിക്കങ്ങനെ പിന്നെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് അങ്ങനെ ഭയങ്കര സൗന്ദര്യ സങ്കല്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ തുറന്ന് പറയാന്ന് മാത്രം. നമ്മുടെ വീടിന് പറ്റിയ ആളാവണം, പിന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാവണം, അത്രക്കേ ഉള്ളൂ. കൃഷിപ്പണി ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. സത്യ, ഇനിയിപ്പോ എനിക്ക് കുട്ടീനോട് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ അതാവാട്ടോ. എന്നാ പിന്നെ ആയിക്കോട്ടെ. അല്ല വേണ്ട, അല്ലെങ്കിൽ എന്താ സംസാരിക്കാനുള്ളത്? ഇപ്പൊ മണ്ടൂരിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാലോ. വീടിന് പഠിക്കാണെന്നൊക്കെ അറിയാം. സംസാരിക്കാനൊന്നുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനൊരു സംസാരിക്കാം. ഉണ്ടോ? സംസാരിക്കണോ? അവർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങള് തിരക്കാവും അല്ലേ? ഇറങ്ങല്ലേ അച്ഛാ? ഞാനെന്താ വെച്ചാലേ കൃഷിഭവനിൽ കുറച്ച് വളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വാഴയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഇത് കൊണ്ടു കൊടുക്കണം. തിരക്കന്നെ അല്ലേ? ശരി. അപ്പൊ ശരിയേട്ടാ, കാര്യങ്ങള് നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ശരി. അമ്മേ പിന്നെ ഞാൻ കൊണ്ടുവന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ്. ഇത്രയും നിഷ്കളങ്കനായ ഒരു ചെക്കനാണ്. ഇതിലപ്പുറം ഇനിയൊന്നും കിട്ടാൻ വഴി ഉണ്ടാവില്ല. പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി ശരി.
നല്ല തറവാട്ടുകാരാണ്. ഞാൻ പറയാനാണ് നിൽക്കുക. എനിക്കിഷ്ടായില്ല. അതെന്താ എനിക്കിഷ്ടായില്ല അത് തന്നെ. ഇതെന്താ നിനക്ക് ഇഷ്ടാവാഞ്ഞ്? ഇതിന്റെ കാരണം എന്താ? ഇവിടെ വന്നിരിക്കും. ഇനി നിന്റെ ഇഷ്ടക്കുറവൊന്ന് അറിയട്ടെ, എന്നിട്ട് മതി ഇനി ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത്. എന്താ നിന്റെ പ്രശ്നം? അച്ഛ അവര് പറഞ്ഞു കേട്ടില്ലേ, എന്താ പറഞ്ഞേ? അവിടെ നടത്തി പശുവും കൃഷിയും. അതുകൊണ്ട് എന്റെ നെഞ്ചത്താ പശു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും എന്നെ നോക്കാൻ സമയം. എന്താ ഇതിനൊക്കെ മറുപടി പറയുക? ഇതിപ്പോ എത്രാമത്തെ ആലോചന കൊണ്ടുവരുന്നത് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അമ്മ നിങ്ങൾ എന്താ എന്റെ മാനസികാവസ്ഥ മനസ്സിലാകാത്തെ? എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് സങ്കല്പം നിന്റെ? എനിക്ക് ജോലിക്ക് പോണം, എന്നെ കാര്യമായിട്ട് നോക്കണം. ഇതിപ്പോ അവർക്ക് അവിടെ ഒന്നിനും സമയമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വളം എടുക്കാൻ പോണ വഴി ഇങ്ങോട്ട് കേറിയെന്നേ ഉള്ളൂ എന്നെ കാണാൻ. ഇതൊക്കെ നിന്റെ തോന്നലുകളല്ലേ? നിന്നെ ജോലിക്ക് പറ്റില്ലെന്ന് അയാൾ പറഞ്ഞോ? അയാളെ കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ജോലിക്കൊന്നും വിടില്ലാന്ന്. ഞാൻ എന്റെ ദൈവമേ! അമ്മ അയാൾക്ക് നല്ല പ്രായമുണ്ട് അമ്മേ. എന്റെ മോളെ ഒന്ന് പെയ്യെ പറ. എന്താ ചായക്കു നീ? നീ ഇങ്ങനെ വരണ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ മുടക്കി കഴിഞ്ഞാ കുട്ടി നിനക്കും വയസ്സായി വരില്ലേ? നീ ഇത് എന്ത് ഭാവിച്ചാ? എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നവരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഹലോ ഹലോ, ആ ശീതള മാഷേ, ഞാനാണ് മൊയ്തുവാണ്. ഞാൻ കുറെ നേരമായി ഇങ്ങനെ ട്രൈ ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് എൻഗേഡ് ആണല്ലോ. ആ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാ. അതെ, ഒരു ഉഗ്രൻ ചെക്കൻ വന്ന് പെട്ടിക്കണം. ആ അതെ അതെ, ഇത് നിങ്ങൾക്ക് പറ്റിയ ചെക്കനാ. നിങ്ങളെ മോൾ ഇതിനൊരു എതിരെ അഭിപ്രായം പറയില്ല, എനിക്ക് ഉറപ്പാ. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ നല്ല ചുള്ളൻ ചെക്കൻ. ഹലോ, നിങ്ങൾ നാളെ 11 മണിക്ക് ഒരു വണ്ടിയായിട്ട് ബാങ്കിലേക്ക് വരും. ഞാനും ഫീൽഡ് ഓഫീസറും കൂടി വന്ന ആ സൈറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ലോണിന്റെ കാര്യം തീരുമാനിക്കാം. ഞാൻ ഇന്ന് ഇത്തിരി ബിസിയാണ്. മനസ്സിലായി. നമുക്ക് അങ്ങോട്ട് എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനൊക്കെ ഓരോ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ. 1 2 3 ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഇന്ന് ഇത്തിരി ബിസിയിലാണ്. 11 മണിക്ക് വരൂ. ഓക്കെ, സോറി. അപ്പൊ ശീതളേട്ടാ, കഴിഞ്ഞതൊക്കെ നിങ്ങളിട്ട് മറന്നാളി. കഴിഞ്ഞ ആലോചന ഒന്നും ശരിയാവാത്തത് നിങ്ങളെ മോളെ ഭാഗ്യത്തിനാന്ന് കുട്ടിയാൽ മതി. ഇതാണ് നമുക്ക് ചേർന്ന ബന്ധം. ബാങ്ക് മാനേജറാണ്, M.Com റാങ്ക് ഹോൾഡർ, നമ്മളെ സർക്കാർ ബാങ്കിലാ. അച്ഛനും ബാങ്ക് മാനേജർ തന്നെയാണ്. അച്ഛൻ റിട്ടയർഡായി വീട്ടിലിരിക്കുന്നുണ്ട്. അമ്മയും നിങ്ങളും ഒരു കൂട്ടാ. അതായത് അമ്മ ടീച്ചറാണ്. ഹെഡ് മാസ്റ്റർ ആണല്ലോ, റിട്ടയർഡ് ആണ്. പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ല, ഒറ്റ മോൻ, ഒറ്റ തടിയാ. പിന്നെ പറയാൻ വിട്ട്, വൈറ്റിലെ ജംഗ്ഷൻ തന്നെ 2 നില വീട്. അപ്പൊ വണ്ടിയൊക്കെ ഏതിനാ പോവാ? വീട് റോഡ് സൈഡ്, വണ്ടി റോഡിൽ കൂടെ പോകും. എന്താ നിങ്ങള്? പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല്, പ്യാരിജാതൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വരിക. നിങ്ങളെ മോളെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഏത് ബ്രാഞ്ചിലാ വർക്ക് ചെയ്യണേ? ഇപ്പൊ പനമ്പള്ളി നഗറില ആണല്ലേ? ഓ, അപ്പൊ അടുത്ത് തന്നെ വീടും സൗകര്യമായി. മോളെ വിളിക്കുന്നാല് ഒരു കാണേ. കൗസല്യ, അപ്പൊ അമ്മേ, ഇതാണ് പ്യാരിജാതൻ. വണ്ടിയോ ബാങ്ക് മാനേജറാണേ. ഇനി എന്തെങ്കിലും പ്യാരിക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിലൊക്കെ സംസാരിക്കട്ടോ. സംസാരിക്കണമെന്നില്ല. ഇല്ല, ഓനൊന്നും സംസാരിക്കില്ല എന്നാ പറയണേ. അതെ, മോക്കൊന്ന് സംസാരിച്ചാ കൊള്ളാവുന്നുണ്ട്. ആണോ? വിരോധമുണ്ടോ? വേണമെന്നില്ല. കുഴപ്പമില്ല, ഒന്ന് സംസാരിച്ചോ. ചായ ഇവിടെ നോട്ടെ, വന്നിട്ട് കുടിക്കാം. അങ്ങോട്ട് ചെല്ല്, പ്രത്യേകിച്ച് ചെല്ല്.
ഓനൊന്നും സംസാരിക്കല്ല എന്നാ പറയണത്. അതെ, മോക്കൊന്ന് സംസാരിച്ചാ കൊള്ളാവുന്നുണ്ട്. ആണോ? വിരോധമുണ്ടോ? വേണമെന്നില്ല. അത് കുഴപ്പമില്ല, ഒന്ന് സംസാരിച്ചോ. ചായ ഇവിടെ നോട്ടെ, വന്നിട്ട് കുടിക്കാം. അങ്ങോട്ട് ചെല്ല്, പ്രത്യേകിച്ച് ചെല്ല്. ചെല്ല്. ശീതളേട്ടാ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറിയാ. ലോട്ടറി എന്ന് പറഞ്ഞാൽ പോലെ ബമ്പറാണിത്. ഇനി എന്നോട് പറയരുത്, ഇനി ഇക്കാര്യത്തിന് ഈ പെരയിലേക്ക് മൊയ്തു വരൂല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എത്ര നട്ടാ ഇങ്ങോട്ട് നടക്കണം ഞാൻ, എത്ര ചായ ഇവിടുന്ന് കുടിക്കണം. സത്യം പറഞ്ഞ ഒരു 10-30 പേര് എന്നെ ഇതുപോലെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും എപ്പോഴും നിർബന്ധ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടേ. പക്ഷെ അതൊന്നും എനിക്ക് ഓക്കെ ആയിരുന്നില്ല. എന്താച്ചാ, ചിലർക്ക് പ്രായം കൂടുതലായിരിക്കും, ചിലർക്ക് ജോലി ഓക്കെ ആവില്ല. ജോലി ഓക്കെ ആണെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങള് ശരിയാവില്ല. പിന്നെ ചിലരുടെ ആറ്റിറ്റ്യൂഡ് ശരിയാ അല്ല, അങ്ങനെയല്ല. അതല്ല, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലല്ലോ ജീവിക്കണ്ടേ, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അല്ലേ, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് നിന്നേ. ഇപ്പം സത്യം പറഞ്ഞ ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടമായി. മണ്ടു പറഞ്ഞു വന്നത് ശരിയാണ്. നമുക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടവരെ കൂടിയാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ എൻ്റെ ഭാര്യയായി വരുന്ന കുട്ടിയെക്കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഫോട്ടോയിൽ കണ്ടപ്പോ മണ്ടുവിന് ഇത്രയും തടി എനിക്ക് തോന്നിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ കാണാൻ തന്നെ വന്നത്. അപ്പൊ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യ കുറച്ചുകൂടി സ്ലിമ്മായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഇത് ഈ പേരും മണ്ടോദരി എന്നൊക്കെ പറഞ്ഞ ഒരു പഴഞ്ചൻ പേരല്ലേ. പിന്നെ മണ്ടുവിന് ഇപ്പൊ 27 വയസ്സായിന്നല്ലേ പറഞ്ഞത്. അപ്പൊ പ്രായത്തിൽ തമ്മിലും വലിയ അകലമില്ല. എനിക്കൊരു 4-5 വയസ്സിനെങ്കിലും താഴെയുള്ള ഒരു പെൺകുട്ടിയാണ് വേണ്ടത്. അതുകൊണ്ട് സോറി, എനിക്ക് തന്നെ ഇഷ്ടമായില്ല. മറിമായം